Bro singing Malayalam words in italics. Axomaniac. ഇരുപത്തിരണ്ടുകാരനായ മലയാളം R&B ആർട്ടിസ്റ്റ്, ഗ്ലോബൽ വൈറൽ ചാർട്ടിൽ 4ാമതെത്തി നിൽക്കുന്ന അംശം ട്രാക്കിന്റെ ഉടമ. തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ കുടുംബത്തിൽ കൺവെൻഷണൽ സ്റ്റാൻഡേർഡിൽ ജനിച്ചു വളർന്ന ആരൺ സ്വന്തം താല്പര്യത്തിലൊന്നുമല്ല, വീട്ടുകാരുടെ നിർബന്ധത്തിൽ പ്രീ സ്കൂൾ കാലം മുതലേ ചേച്ചിയോടൊപ്പം പാട്ട് ക്ലാസ്സുകളിൽ കയറിയിറങ്ങി. ചേച്ചി പാട്ട് പഠിക്കൽ നിർത്തിയപ്പോൾ അയാളും നിർത്തി. സ്കൂൾ കാലം സുഹൃത്തുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് തബല, പിയാനോ അങ്ങനെ മാറി മാറി വന്ന പല പല താല്പര്യങ്ങൾ. ആരണിന് അപ്പോഴും സ്വന്തമായൊരു ഇഷ്ടമോ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പിയാനോ ക്ലാസ്സിലെ അധ്യാപകന്റെ നിരന്തര ആവശ്യത്തിൽ സാമ്പത്തികമായി അത്ര നല്ല അവസ്ഥയിലല്ലാതിരുന്നിട്ടും ആരണിന്റെ കുടുംബം അവന് 1.5 ലക്ഷത്തിനടുത്ത് വില വരുന്ന പിയാനോ വാങ്ങിക്കൊടുക്കുന്നു. അവിടെ നിന്ന് അവന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണർന്നു. അയാൾക്കുള്ളിലെ സംഗീതത്തെ അയാൾ സ്വയം തിരിച്ചറിയാൻ ആരംഭിച്ചു. ദിവസം 9 മണിക്കൂർ നീണ്ട പിയാനോ പ്രാക്ടീസ്, സംഗീതത്തോടൊപ്പം എക്സലന്റ് അക്കാദമിക് പ്രോഗ്രസ്, 3 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠനകാലം, മുംബൈ ജീവിതം, കോവിഡ് കാലത്തെ ഹോസ്റ്റൽ ലൈഫ്. ആ ഹോസ്റ്റൽ മുറിയിൽ നിന്നുണ്ടായി വന്ന കുറേ പാട്ടുകൾ, കൂടുതലും ഇംഗ്ലീഷിൽ. കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ച മലയാളത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരന് പിന്നീട് എപ്പോഴോ മലയാള ഭാഷയോടൊരു പ്രണയം തോന്നി. കേരളത്തിൽ അധികമായി പറഞ്ഞും പരീക്ഷിച്ചും കാണാത്ത മലയാളം R&B മ്യൂസിക് ജോണറിനോട് ഒരിഷ്ടം തോന്നി. പണ്ട് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ബ്ലൂസ് മ്യൂസിക്കിന്റെ അംശം വീണുണ്ടായ പ്രാദേശിക ഭാഷയുടെ സൗന്ദര്യം സംരക്ഷിക്കപ്പെടുന്ന മ്യൂസിക് ജോണർ പതിയെ മലയാളത്തിന്റെ ഭംഗി ചോരാതെ മലയാളികളുടെ മെലഡി ഇഷ്ടത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അയാൾ ആത്മാർത്ഥമായൊരു ശ്രമം നടത്തുന്നു. പിന്നീട് അയാൾ പച്ച മലയാളത്തിൽ പറഞ്ഞത് സ്വയം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കഥകളായിരുന്നു. Instagram_ നെയിം ട്രെൻഡിന്റെ കാലത്ത് തന്റെ പേരിനൊപ്പം അമ്മയുടെ പേരും ചേർത്ത് സ്വന്തമായി ലേബൽ ചെയ്ത ആക്സോമാനിയക് എന്ന അവിചാരിതമായി ഉണ്ടായി വന്നൊരു പേര് ഏതാനും ട്രാക്കുകൾ കൊണ്ട് തന്നെ ലോകമറിയുന്ന ഒരു ബ്രാൻഡായി മാറുന്നു.